2024 റിലീസായ ചിത്രത്തിന് എങ്ങനെ 2023 ജനപ്രിയ ചിത്രത്തിനുള്ള പുരസ്കാരം നൽകുമെന്ന ചോദ്യവുമായി സംവിധായകനും നടനുമായ ജൂഡ് ആന്റണി ജോസഫ്. 2024 റിലീസായ ആടുജീവിതമാണ് 2023 മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയത്. ഇതിനെയാണ് ജൂഡ് ആന്റണി ചോദ്യം ചെയ്തത്. 2023 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് വെള്ളിയാഴ്ച സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പ്രഖ്യാപിച്ചത്. എങ്ങനെ 2024 തിയേറ്ററിൽ റിലീസായ ചിത്രത്തിന് മികച്ച ജനപ്രിയ സിനിമയ്ക്കുള്ള പുരസ്കാരം നൽകും? എൻ്റെ ചില സുഹൃത്തുക്കൾ ഇക്കാര്യം എന്നോട് തിരക്കി. എനിക്കും ഇതിൻ്റെ യുക്തി മനസ്സിലാകുന്നില്ല എന്നാണ് ജൂഡ് ആന്റണി പറഞ്ഞത്. 2023 ചലച്ചിത്ര പുരസ്കാരത്തിന് ജൂഡ് ആന്റണി സംവിധാനം ചെയ്ത 2018 എവരിവൺ ഈസ് എ ഹീറോ എന്ന സിനിമയും മത്സരിച്ചിരുന്നു. 2018 മഹാപ്രളയത്തെ അടിസ്ഥാനമാക്കി ഇറക്കിയ സിനിമ 2 അവാർഡുകൾ നേടി. മികച്ച വിഷ്വൽ എഫക്ട്സിന് ആൻഡ്രൂ ഡിക്രൂസും വിശാഖ് ബാബുവും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയപ്പോൾ കലാസംവിധായകനുള്ള പുരസ്കാരം മോഹൻദാസും നേടി. പുരസ്കാര നിർണയത്തെ പറ്റിയുള്ള ചോദ്യത്തിൽ ജൂഡിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: അവാർഡുകൾക്ക് വേണ്ടി സിനിമ ചെയ്യാറില്ല. ഓരോ സിനിമയും അവാർഡിന് പരിഗണിക്കുന്നത് ജൂറിയുടെ തീരുമാനമാണ്. ഇക്കാര്യത്തിൽ യാതൊരു പരാതിയുമില്ല. ഓസ്കാറിൽ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടതാണ് എൻ്റെ ചിത്രം. അന്ന് ഓസ്കാറിൽ മികച്ച അന്താരാഷ്ട്ര ചിത്രങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരത്തിൽ 2018 ഭൂട്ടാനിൽ നിന്നും അർമേനിയയിൽ നിന്നുമുള്ള ചിത്രങ്ങൾ വരെ IFFK മത്സരിച്ചിരുന്നു. എന്നിട്ടും ഓസ്കാർ വരെ പോയ ഒരു മലയാള ചിത്രമായിട്ടും എൻ്റെ സിനിമ IFFK ഉൾപ്പെടുത്തിയിരുന്നില്ല. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര മത്സരത്തിന് 2018 അയക്കണമെന്ന് ആദ്യം കരുതിയതല്ല. പക്ഷേ ചിത്രത്തിലെ കലാസംവിധായകൻ ഉൾപ്പെടെയുള്ളവർ എത്ര അഭിനന്ദിച്ചാലും മതിയാകാത്ത രീതിയിലാണ് പ്രവർത്തിച്ചത്. അവർ അർഹിക്കുന്ന അംഗീകാരം കിട്ടണമെന്ന് തോന്നലുകൊണ്ടാണ് ചിത്രം മത്സരത്തിനയച്ചത്. അവർക്ക് പുരസ്കാരം കിട്ടുകയും ചെയ്തു എന്ന് ജൂഡ് പറഞ്ഞു. ടോബിനോ തോമസ്, കുഞ്ചാക്കോ ബോബൻ, ആസിഫ് അലി തുടങ്ങിയ പ്രമുഖ താരങ്ങൾ അണിനിരന്ന 2018 എന്ന ചിത്രം 2023 മെയ് 5 റിലീസ് ചെയ്തത്. തിയേറ്ററിൽ വൻ വിജയം നേടിയ സിനിമ മികച്ച പ്രേക്ഷക പ്രശംസയും നേടിയിരുന്നു. 176 കോടിയോളം രൂപ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തുവെന്നാണ് റിപ്പോർട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.